വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, തീർത്ഥാടകരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരാൻ എല്ലാ തീർത്ഥാടകർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ഹജ്ജ് ക്യാമ്പിൽ മദീന സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരമണിക്കൂർ സംസാരിക്കാനാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും ശരിയായ കാര്യങ്ങൾ കർമ്മതലത്തിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മദീനയിലേക്ക് എത്തിപ്പെട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രാർത്ഥന സ്വഹീഹായ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക. അല്ലാഹുവേ, ഞങ്ങൾക്ക് മദീന ഇഷ്ടപ്പെട്ട ഇടമാക്കണമേ, മക്ക ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇടമാക്കിയതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ മക്കയെ നോക്കി വിതുമ്പി കരയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറയുന്നുണ്ട്: അള്ളാഹുവിൻ്റെ നാടുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം മക്കയെ നീയാണ്. നിന്റെ ആളുകൾ നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറപ്പെടില്ലായിരുന്നുവെന്ന്, ഞാൻ മക്കയിൽ നിന്ന് എങ്ങും പോകില്ലായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. പ്രവാചകന് മക്കയോടുള്ള സ്നേഹം അത്രയ്ക്ക് അദമ്യമായിരുന്നു. മദീനയിൽ എത്തിപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, മക്കയോട് ഞങ്ങൾക്കുണ്ടായിരുന്ന അതേ സ്നേഹം മദീനയോടും ഞങ്ങൾക്കുണ്ടാക്കി തരണമേ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മദീന എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്തിൻ്റെ നാമം മാത്രമല്ല, മദീന ഒരു വികാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത തിരയടിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് മദീന എന്ന് പറയുന്നത്. യസ്രിബ് എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ മുമ്പ് മദീനയുടെ നാമം. പിന്നെയാണ് ആ പ്രദേശത്തിന് പ്രവാചക ഹിജ്റയ്ക്ക് ശേഷമാണ് മദീനത്തുർ റസൂൽ, പ്രവാചക നഗരി എന്ന അർത്ഥത്തിൽ മദീന എന്ന പേര് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മദീനയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സ്വാഇന വബാരിക് ലനാ ഫീ മുദ്ദിന. അല്ലാഹുവേ, ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് സമൃദ്ധി നൽകണമേ, ഞങ്ങളുടെ സായിലും ഞങ്ങളുടെ മുദ്ദിലും ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ പാനപാത്രങ്ങളിൽ പടച്ചതമ്പുരാനെ ഞങ്ങൾക്ക് സമൃദ്ധി പ്രദാനം ചെയ്യണമേ, ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് സമൃദ്ധി നീ പ്രദാനം ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രവാചകന്റെ പ്രാർത്ഥന ഇത്ര കൂടിയുണ്ട്: അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിമ അബ്ദുക വ ഖലീലുക വ നബിയുക വ ഇന്നഹു ദഅക ലിമക്ക വ ഇന്നി അദ്ഉക ലിൽ മദീന ബിമിസ്ലി മാ ദഅക ലിമക്ക. അല്ലാഹുവേ, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം നിന്റെ ദാസനാണ്, നിന്റെ ഖലീലാണ്, നിന്റെ പ്രവാചകനാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ ഞാൻ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞു: അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ദ്വഅഫൈ മാ ജഅൽത ബിമക്കത ബിനൽ ബറക. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ദ്വഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറക. അല്ലാഹുവേ, മക്കയ്ക്ക് നൽകിയ സമൃദ്ധിയുടെ ബറക്കത്തിന്റെ ഇരട്ടി മദീനയ്ക്കും നൽകി നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. മക്കയ്ക്ക് നൽകിയതിൻ്റെ ഇരട്ടി മദീനയ്ക്കും സമൃദ്ധി നൽകി ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലിയ പരീക്ഷണങ്ങൾ ഹിജ്റയ്ക്ക് ശേഷവും വിശ്വാസികൾ മദീനയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ക്ലേശങ്ങളും രോഗങ്ങളും, അങ്ങനെ മദീനയുടെ കാലാവസ്ഥയിൽ അവർക്ക് ചില ശാരീരിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അവരറിയുന്നുവെങ്കിൽ, വിശ്വാസികൾ അറിയുന്നുവെങ്കിൽ, മനസ്സിലാക്കുന്നുവെങ്കിൽ
മദീനയാണ് അവർക്കുത്തമം, മദീന അവർക്കുത്തമമാണ്. മക്കയെ പോലെ തന്നെ മദീനയും അവർക്കുത്തമമാണ്. അൽ മദീനതു തൻഫിൻ നാസ കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്. മദീന മ്ലേച്ഛരായ ആളുകളെ പുറന്തള്ളുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മദീന മ്ലേച്ഛരായ ആളുകളെ പുറന്തള്ളും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്. മാലിന്യത്തെ ഉലയിലെ തീ പുറന്തള്ളുന്നത് പോലെ, ഇരുമ്പിലെ മാലിന്യത്തെ ഉലയിലെ തീ പുറന്തള്ളുന്നത് പോലെ മ്ലേച്ഛരായ ആളുകളെ മദീന പുറന്തള്ളുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്രയോ മദീനയുടെ ശ്രേഷ്ഠത പറയുന്ന വചനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ സത്യവിശ്വാസം, ഈമാൻ, തൗഹീദ് മദീനയിലേക്ക് മടങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാല് പ്രവേശിക്കാത്ത 2 ഇടങ്ങളാണ് മക്കയും മദീനയും. അന്ത്യദിനത്തിന്റെ അടയാളം എന്നോണം ദജ്ജാല് എല്ലാ ഇടങ്ങളിലും കയറിക്കൂടും. പക്ഷേ മക്കയിലും മദീനയിലും കയറാൻ ദജ്ജാലിനും സാധിക്കുകയില്ല. കുല്ലമാ അറാദ ദജ്ജാലു അയദ്ഖുല ഫീ വാഹിദിൻ മിൻ നഖബിഹാ യസുദ്ദുൽ മലായികതു ബിസ്സുയൂഫ്. മക്കയുടെയോ മദീനയുടെയോ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ദജ്ജാല് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ മലക്കുകൾ അവരുടെ ഖഡ്ഗം കൊണ്ട്, അവരുടെ വാളുകൾ കൊണ്ട് ദജ്ജാലിനെ ആട്ടിയോടിക്കും, തടയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മദീനയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകമായ കാലാവസ്ഥയിൽ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കും. പക്ഷെ അതിൽ ക്ഷമിക്കുന്നതിന് വലിയ കൂലിയാണെന്ന്, വലിയ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യസ്ബിറു വലാ ലഅവാഇഹാ വശിദ്ദതിഹാ ഇല്ലാ കുൻതു ഷഹീദൻ ഔ ഷഫീഅൻ യൗമൽ ഖിയാമ. മദീനയിൽ ആരെങ്കിലും ക്ഷമിച്ചാൽ, അവിടുത്തെ കാലാവസ്ഥാ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ക്ലേശതയും അതുപോലെ കഷ്ടതയും അനുഭവിക്കുമ്പോൾ ആരെങ്കിലും ക്ഷമിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അയാൾക്ക് സാക്ഷിയായിരിക്കും, അന്ത്യദിനത്തിൽ ഞാൻ അയാളുടെ കാര്യത്തിൽ ശുപാർശകനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, മക്ക മാത്രമല്ല മദീനയും ഹറമാണ്. അൽ മദീനത്തു ഹറമുൻ മാ ബൈന ഐരിൻ ഇലാ സൗർ. ഐർ പർവ്വതം മുതൽ സൗർ പർവ്വത നിരകൾ വരെ മദീന ഹറമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫമൻ അഹദസ ഫീഹാ ഹദസൻ. അതുകൊണ്ട് മദീനയിൽ വെച്ച് എന്തെങ്കിലും പുതിയൊരു ദുരാചാരം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ദുരാചാരം ചെയ്യുന്ന ഒരാൾക്ക് മദീനയിൽ അഭയം നൽകി കഴിഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അയാൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട്. മദീനക്കാർ ഉപദ്രവിക്കുന്നവർക്കും വലിയ മുന്നറിയിപ്പാണ്, വലിയ ശിക്ഷയാണ് മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. ലാ യുരീദു അഹദുൻ അഹ്ലൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുരീദു അഹദുൻ അഹ്ലൽ മദീനതി ബിസൂഇൻ. ആരെങ്കിലും മദീനക്കാരെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇല്ലാ അദാബല്ലാഹു ഫിന്നാരി ദൗബർ റസാസ്. ഈയത്ത് ഉരുക്കുന്നത് പോലെ അല്ലാഹു നരകത്തിലിട്ട് അയാളെ ഉരുക്കിക്കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈയം ഉരുക്കുന്നത് പോലെ നരകത്തിലിട്ടുകൊണ്ട് അല്ലാഹു മദീനക്കാരെ ഉപദ്രവിക്കുന്നയാളെ ഉരുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഔ ദൗബൽ മിൽഹി ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പിട്ട് ഉരുക്കുന്നത് പോലെ അല്ലാഹു നരകാഗ്നിയിലിട്ട് മദീനക്കാർ ഉപദ്രവിക്കുന്നവരെ ഉരുക്കിക്കളയും, ശിക്ഷിച്ചു കളയുമെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ്. ഇതൊക്കെ പറഞ്ഞത് മദീനയുടെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ മഹത്വം മുൻഗാമികൾ നല്ലതുപോലെ തിരിച്ചറിയുമായിരുന്നു. ചരിത്രത്തിൽ നമുക്കറിയാം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രഗത്ഭനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചരിത്രം പറയുമ്പോൾ അദ്ദേഹം മദീനയിലൂടെ ചെരുപ്പിട്ട് നടക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മദീനയിലൂടെ വാഹനപ്പുറത്ത് അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കർമ്മശാസ്ത്രമൊന്നുമില്ല. മാലിക്കി മദ്ഹബിൽ പോലും അങ്ങനെ ഒരു കർമ്മശാസ്ത്രമില്ല എന്നാണ് ബോധ്യം. പക്ഷേ സഹോദരങ്ങളെ, ആ മദീനയോടുള്ള ആദരവാണ്, മദീനയോടുള്ള ബഹുമാനമാണ്. അത് കേവലം കർമ്മശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് വൈകാരികമാണ്. വൈകാരികമായിട്ട് ആ മദീനയോടുള്ള ബന്ധം വ്യത്യസ്ത രീതിയിലാണ് മുൻഗാമികൾ പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മദീനയുടെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ്. ഈ ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത നബിയുടെയും സ്വഹാബത്തിന്റെയും മഹത്വമാണ്. ആ നബിയും സ്വഹാബത്തും ജീവിച്ച അവരുടെ കാലടി പാതകൾ പതിഞ്ഞ മണ്ണ് എന്നത് തന്നെയാണ് മദീനത്തുർ റസൂലിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്.
മസ്ജിദുൻ നബവി സന്ദർശനം തന്നെയാണ് മദീനയിലെ സുപ്രധാനമായിട്ടുള്ള സിയാറ. മദീനയിലെ സുപ്രധാനമായിട്ടുള്ള സന്ദർശനം അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കറിയാം ഹദീസ്, ലാ തശുദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തീർത്ഥാടനം നടത്താൻ പാടില്ല. ഒന്ന് അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്. 2 വ മസ്ജിദി ഹദാ, എൻ്റെ ഈ പള്ളിയാണ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവിയാണ്. വൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്. വൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികൾ, അതിൽപ്പെട്ട ഒരു പള്ളി മസ്ജിദുൻ നബവിയാണ്. 1000 മടങ്ങ് നമസ്കരിച്ചതിൻ്റെ പുണ്യമാണ്. മറ്റു പള്ളികളിൽ 1000 മടങ്ങ് നമസ്കരിച്ചതിൻ്റെ പുണ്യമാണ്. മസ്ജിദുൻ നബവിയിലെ നമസ്കാരത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. റൗളയുടെ മഹത്വം കൂടി ഹദീസുകളിൽ കാണുന്നുണ്ട്. എൻ്റെ ഭവനത്തിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥാനം, അതാണ് റൗള എന്ന് പറയുന്നത്. പ്രവാചക ഭവനത്തിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥാനം, അത് സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, സന്ദർശകർ മദീന പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവിയിൽ വലതുകാൽ മുന്തിച്ചുകൊണ്ട് പ്രവേശിക്കുകയും അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. സാധാരണ എല്ലാ പള്ളികളിലും പ്രവേശിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന അത് തന്നെയാണ് മസ്ജിദുൻ നബവിയിൽ പ്രവേശിക്കുമ്പോഴും നടത്തേണ്ടത്. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നാഥ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വലതുകാൽ വെച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. പിന്നീട് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക സഹോദരങ്ങളെ. അതിനുശേഷം നിർബന്ധ നമസ്കാരങ്ങളുടെ, ഫർള് നമസ്കാരങ്ങളുടെ സമയമാണെങ്കിൽ അതുകൂടി നിർവഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറയുന്നതിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്തേക്ക് പോവുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്നതിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ സമൃദ്ധികളും നിങ്ങളുടെ മേലുണ്ടാവട്ടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അന്നക ഖദ് ബല്ലഗത റിസാല വനസഹ്തൽ ഉമ്മ വജാഹത്ത ഫില്ലാഹി ഹഖ്ക ജിഹാദി. അഷ്ഹദു അന്നക ഖദ് ബല്ലഗത റിസാല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഓ പ്രവാചകരെ, നിശ്ചയം താങ്കൾ പ്രവാചകത്വമാവുന്ന ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. വനസഹ്തൽ ഉമ്മ, താങ്കളുടെ സമുദായത്തോട് താങ്കൾ ഗുണകാംക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തിരിക്കുന്നു. വജാഹത്ത ഫില്ലാഹി ഹഖ്ക ജിഹാദി, അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടതുപോലെ ധർമ്മസമരം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതാണ് പ്രവാചകനോട് സലാം പറയേണ്ടതിന്റെ പൂർണ്ണരൂപം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അന്നക ഖദ് ബല്ലഗത റിസാല വനസഹ്തൽ ഉമ്മ വജാഹത്ത ഫില്ലാഹി ഹഖ്ക ജിഹാദി. സഹോദരങ്ങളെ, പിന്നീട് വലത് ഭാഗത്തേക്ക് ഒരടി കൂടി വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയുക. അതിന്റെ പൂർണ്ണരൂപം അസ്സലാമു അലൈക യാ അബൂബക്കർ യാ ഖലീഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻക വജസാക അൻ ഉമ്മത്തി മുഹമ്മദിൻ ഖൈറാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറയുക, അസ്സലാമു അലൈക യാ അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹുവോട് പറയാണ്, താങ്കൾക്ക് അല്ലാഹു സമാധാനവും രക്ഷയും നേരട്ടെ. യാ ഖലീഫത റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതന്റെ പിൻഗാമിയായവരെ താങ്കൾക്ക് അല്ലാഹു സമാധാനവും രക്ഷയും നേരട്ടെ. റളിയല്ലാഹു അൻക, അല്ലാഹു താങ്കളെ സംബന്ധിച്ച് തൃപ്തിയടഞ്ഞിരിക്കുന്നു. വജസാക അൻ ഉമ്മത്തി മുഹമ്മദിൻ ഖൈറാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ കാര്യത്തിൽ മഹത്തായ പ്രതിഫലം അല്ലാഹു താങ്കൾക്ക് നൽകട്ടെ. അസ്സലാമു അലൈക യാ അബൂബക്കർ യാ ഖലീഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻക വജസാക അൻ ഉമ്മത്തി മുഹമ്മദിൻ ഖൈറാ. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറയേണ്ടത്. വീണ്ടും വലത് ഭാഗത്തേക്ക് ഒരടി വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയുക. അസ്സലാമു അലൈക യാ ഉമർ റളിയല്ലാഹു അൻക. ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയുക, റളിയല്ലാഹു അൻക, അല്ലാഹു താങ്കളെ സംബന്ധിച്ച് തൃപ്തിയടയട്ടെ. വജസാക അൻ ഉമ്മത്തി മുഹമ്മദിൻ ഖൈറാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ കാര്യത്തിൽ മഹത്തായ പ്രതിഫലം അല്ലാഹു താങ്കൾക്ക് നൽകട്ടെ. അസ്സലാമു അലൈക യാ ഉമർ റളിയല്ലാഹു അൻക വജസാക അൻ ഉമ്മത്തി മുഹമ്മദിൻ ഖൈറാ. സലാം പറയുന്നതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും സലാം പറയുന്നതിന്റെ പൂർണ്ണമായ രൂപമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പൂർണ്ണമായ രൂപം മനപ്പാടമില്ല എങ്കിൽ
നമുക്കറിയുന്ന രീതിയിൽ സലാം പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ, അസ്സലാമു അലൈക യാ അയ്യുഹൻ നബിയ്യു യാ റസൂലല്ലാഹ് എന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്കറിയുന്ന രീതിയിൽ ലളിതമായിട്ട് നാം സലാം നിർവഹിച്ചാലും മതി. സഹോദരങ്ങളെ, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുമുള്ള നമ്മുടെ ഹുബ്ബിനെ ശരിയായ വഴിയിൽ അല്ലാഹു തആല ശക്തിപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, മസ്ജിദുൻ നബവിയിൽ കൂടുതൽ സമയം കഴിച്ചുകൂട്ടുക, ധാരാളമായിട്ട് ദുആകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ട് അതുപോലെ തന്നെ ദിക്റുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ട് ഖുർആൻ പാരായണം നിർവഹിച്ചുകൊണ്ട് സാധിക്കുന്നിടത്തോളം വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ ധാരാളമായിട്ട് കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെയെല്ലാമാണ് ആ മദീന സന്ദർശനം പ്രയോജനപ്പെടുത്തേണ്ടത്. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സഹത്തു വൽ ഫറാഗ്. രണ്ടനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ അധിക ആളുകളും നഷ്ടകാരികളാണ്. ഒന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് വേളയാണ്. സഹോദരങ്ങളെ, മസ്ജിദുൻ നബവി സന്ദർശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ ഇവരോട് സലാം പറയുക. അതുപോലെ ബഖീഉൽ അർഖദ്, ബഖീ ഖബർസ്ഥാൻ സന്ദർശിക്കുക എന്നുള്ളതാണ്. ബഖീഉൽ ഗർഖദ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ജന്നത്തുൽ ബഖീ എന്നും പറയപ്പെടാറുണ്ട്. പക്ഷേ ബഖീഉൽ ഗർഖദ് എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായ രീതി എന്ന് പറയുന്നത്. ഏതായാലും 10,000-ഓളം സ്വഹാബാക്കൾ ഖബറടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഗർഖദ് ഖബറിടം എന്ന് പറയുന്നത്. സാധാരണ ഖബർ സിയാറത്തിൽ നാം ഉപയോഗിക്കുന്ന സലാം പറയൽ തന്നെയാണ് ജന്നത്തുൽ ബഖീഇൽ അഥവാ ബഖീഉൽ ഗർഖദിൽ നാം നിർവഹിക്കേണ്ടത്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്നാണ് പറയേണ്ടത്. സാധാരണ നമ്മൾ ഖബറിടങ്ങളിൽ നടത്തുന്ന ഖബറാളികളോട് സലാം പറയുന്ന രീതി അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയുകയും ചെയ്യാവുന്നതാണ്. പൂർണ്ണമായ രൂപം അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾ, വിശ്വാസികൾ, അവരുടെ ഭവനങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് സമാധാനവും രക്ഷയും ഉണ്ടാവട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ്. അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. അല്ലാഹുവോട് ഞങ്ങൾക്കും അതുപോലെ നിങ്ങൾക്കും സൗഖ്യം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണ് ബഖീഉൽ ഗർഖദിൽ ചെന്നുകൊണ്ട് സലാം പറയേണ്ടത്. അതുപോലെ ഖുബാ പള്ളി സന്ദർശിക്കുക എന്നുള്ളതാണ്. ഖുബാ പള്ളി സന്ദർശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യ ദിവസത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളിലും കാൽനടയായോ വാഹനപ്പുറത്തോ മസ്ജിദുൽ ഖുബായിൽ വന്നിരുന്നു എന്നുള്ളതാണ്. അവിടെ വെച്ചുള്ള നമസ്കാരത്തിന് ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൻ ഖറജ ഹത്താ യഅ്തിയ ഹാദൽ മസ്ജിദ്, ആരെങ്കിലും പുറപ്പെടുകയാണെങ്കിൽ ഹത്താ യഅ്തിയ ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദുൽ ഖുബായിൽ എത്തുന്നത് വരെ ഒരാൾ പുറപ്പെട്ടിങ്ങോട്ട് യാത്ര ചെയ്ത് വന്നാൽ ഫസല്ലാ ഫീഹി, എന്നിട്ട് ഈ മസ്ജിദുൽ ഖുബായിൽ വന്നുകൊണ്ട് നമസ്കരിച്ചാൽ, ഐച്ഛിക നമസ്കാരം നിർവഹിച്ചാൽ കാന കഅദ്ലി ഉംറ, ഒരു ഉംറ നിർവഹിക്കുന്നതിന് തുല്യമായ പ്രതിഫലമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള നിവേദനമാണ്. സഹോദരങ്ങളെ, മസ്ജിദ് ഖുബായിലുള്ള നമസ്കാരം, ഖുബാ പള്ളിയിലുള്ള നമസ്കാരം ഉംറ നിർവഹിക്കുന്നതിന് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന നമസ്കാരമാണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഉഹദിലെ രക്തസാക്ഷികളെ സന്ദർശിക്കുക. നമുക്കറിയാം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഇവരെല്ലാം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അവരെല്ലാം ഉഹദിലെ രക്തസാക്ഷികളിൽപ്പെട്ടവരാണ്. അവരുടെ കബറിടമാണ് യഥാർത്ഥത്തിൽ ശുഹദാ ഉഹദ്, ഉഹദിന്റെ രക്തസാക്ഷികളുടെ കബറിടം എന്ന് പറയുന്നത്. ബഖീ ഖബർസ്ഥാനിൽ, അതല്ലെങ്കിൽ സാധാരണ കബറിടങ്ങളിൽ നാം സിയാറ നിർവഹിക്കുമ്പോൾ, സന്ദർശനം നിർവഹിക്കുമ്പോൾ നാം എപ്രകാരമാണോ സലാം പറയുന്നത്, അതുപോലെ തന്നെയാണ് ഉഹദ് രക്തസാക്ഷികളെ സന്ദർശിക്കുമ്പോഴും സലാം പറയേണ്ടത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ സന്ദർശിക്കുക, അതല്ലെങ്കിൽ ഖന്തക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്
അതിൻ്റെ ഒരു ശർഈ മാനത്തോടു കൂടിയല്ല, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിൽ ഈ ഇടങ്ങളെല്ലാം തന്നെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. കാരണം ചരിത്രത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇടങ്ങൾ മാത്രമല്ല, മറ്റു പല ഇടങ്ങളുമുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ സന്ദർശിക്കാവുന്നതാണ്. പക്ഷെ അതിന് ഒരു ശർഈ മാനം വേണമെങ്കിൽ അവിടെ നമസ്കരിക്കുന്നതിനും സന്ദർശിക്കുന്നതിനും പ്രത്യേകം പുണ്യമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വാരിതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അത് ബാധകമാവുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള ഇടങ്ങളിലും കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സന്ദർശിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല, നമ്മുടെ സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഹജ്ജും ഉംറയും സിയാറത്തുമെല്ലാം അതിൻ്റെ പൂർണ്ണതയിലും ചൈതന്യത്തിൽ നിർവഹിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ നിർവഹിക്കാൻ, അങ്ങനെ നിർവഹിച്ചുകൊണ്ട് ആ ജനിച്ച കുഞ്ഞിൻ്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചെത്തുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ, അതുപോലെ തന്നെ ബഖീഉൽ ഗർഖദിൽ മറമാടപ്പെട്ട് കിടക്കുന്ന 10,000 സ്വഹാബിമാരടക്കമുള്ളവരോട് സലാം പറഞ്ഞുകൊണ്ട് ആത്മനിർവൃതിയോടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും സിയാറയുടെയും ആത്മനിർവൃതിയോടുകൂടി തിരിച്ചെത്തുവാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും നമ്മിൽ നിന്ന് തീർത്ഥാടകരായ ആളുകൾക്ക് പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ വർഷം ഹജ്ജിന് സാധ്യമാവാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഉംറ നിർവഹിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ നാഥൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഇസ്ലാമിക ഉമ്മത്തിനും രാജ്യത്തിനും ലോക സമാധാനത്തിനും ലോകത്തിലെ മർദ്ദിത ജനസമൂഹങ്ങളായ ഇറാൻ, ഫലസ്തീൻ അടക്കമുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥനകൾ പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിസായിരി ജമീഉ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.